നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ കുട്ടികൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനെയും കെയറിനെയും ഓവർകം ചെയ്യുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികൾ കോടിക്കണക്കിന് ക്യാഷ് മുടക്കിയിട്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയേഴ്സിനെ പണിക്കിരുത്തി എന്തിനാണെന്നറിയോ? നമ്മുടെ കുട്ടികളെ ഫോണിലേക്ക് അഡിക്റ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അടുത്ത തലമുറക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനെ കുറിച്ചാണ്. ഹാഷ്ടാഗ് നമ്മുടെ കുട്ടികൾ എന്ന ഈ ക്യാമ്പയിന് രാഷ്ട്രീയക്കാരോടും സർക്കാരിനോടും ഒരേ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്: 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാം. ഇത് എന്തിനാണ്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നറിയണ്ടേ? കേരളത്തിലെ 90% കുട്ടികളും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ആവറേജ് ഒരു കുട്ടി 3 മണിക്കൂറാണ് സോഷ്യൽ മീഡിയയിലും ഗെയിമിങ്ങിനും വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന വൾഗർ കണ്ടന്റുകളും സെൻസിറ്റീവ് ഇൻഫർമേഷനും അടുത്ത തലമുറയെ എങ്ങോട്ടേക്കാണ് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? കുട്ടികളിൽ ടെൻഷൻ വരുന്നു, ഡിപ്രഷൻസ് വരുന്നു, ഉറക്കക്കുറവുണ്ടാവുന്നു, പഠനത്തെ ബാധിക്കുന്നു എന്നൊക്കെ റിസർച്ചുകളും പഠനങ്ങളും പറഞ്ഞിട്ടും എന്താണ് ഇതുവരെയായിട്ടും സർക്കാരുകൾ ചെയ്തത്? നമുക്ക് എന്തെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ പറയുന്നത് 2024 ഓസ്ട്രേലിയയിലെ ഗവൺമെന്റ് ഇത് ചെയ്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലോകത്തെ വികസിത രാജ്യങ്ങളൊക്കെ ഓസ്ട്രേലിയ ചെയ്തിട്ടുള്ള ഈ മോഡലിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഒരു സർക്കാർ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചതെന്നറിയാം? അവിടുത്തെ രക്ഷിതാക്കളും അധ്യാപകരും പൗരസമൂഹവും ഒരു മൂവ്മെന്റുമായിട്ട് വന്ന സമയത്ത് മാത്രമാണ് രാഷ്ട്രീയക്കാർ പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഇതുപോലെ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ കുട്ടികളുടെ സോഷ്യൽ മീഡിയ നിരോധിക്കാൻ പോവുകയാണെന്ന്. കേരളത്തിൽ ഇത് ഏറ്റവും നല്ല സമയമാണ്. ഇലക്ഷൻ 1-2 മാസത്തിനിടക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ പാർട്ടികൾ പ്രകടന പത്രിക നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത്: 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക. ഇതിന് പാരന്റിനെ റെസ്പോൺസിബിൾ ആക്കുക എന്നുള്ളതല്ല, ഇവിടുത്തെ കമ്പനികളെ ഉത്തരവാദിയാക്കുന്ന നിലയിലുള്ള നിയമനിർമ്മാണം നമ്മുടെ സർക്കാർ നടത്തുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു തലമുറയെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. നമ്മൾ കുട്ടികളെ ഇപ്പൊ വളർത്തുകയല്ല ചെയ്യുന്നത്, ഈ കമ്പനികളുടെ കസ്റ്റമേഴ്സിനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഹാഷ്ടാഗ് നമ്മുടെ കുട്ടികൾ എന്നുള്ള ഈ ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. ജനപ്രതിനിധികളോടും പോളിസി മേക്കേഴ്സിനോടും ഇത്തരം ആവശ്യങ്ങളുമായിട്ടുള്ള വീഡിയോകളും കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ രീതിയിൽ മാത്രമേ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ എല്ലാവരും എത്തുക.